ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ യാത്രയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തിട്ടെടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. പെട്ടെന്നൊരു യാത്ര പോകണമെന്ന് തോന്നി. ഞങ്ങൾ അഴീക്കൽ ബീച്ച് വരെ പോയി. അപ്പോൾ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കുറേ വിഷ്വൽസ് കണ്ടു, കുറേ കാഴ്ചകൾ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ യൂട്യൂബിലൊന്ന് ഇടണം. ആരും കണ്ടാലും കണ്ടില്ലെങ്കിലും അതൊരു ഓർമ്മയായിട്ട് പിന്നീട് എനിക്കതൊരു ഓർമ്മയായിട്ടെങ്കിലും അത് സൂക്ഷിക്കാമല്ലോ എന്ന് എനിക്ക് തോന്നി. കാരണം വേറൊന്നുമല്ല, നമ്മൾ പോയ ഒരു സമയം എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം ഒരു മഴ വരുന്ന ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ നല്ല കാറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ആ തീരദേശത്തെ കൂടെയുള്ള ഒരു യാത്ര. തീരപ്രദേശത്തു കൂടെയുള്ള ഒരു യാത്രയും അതുപോലെ തന്നെ കായലിൻ്റെ കാഴ്ചകളും പച്ചപ്പും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷവും കുളിർമയൊക്കെ കിട്ടിയ കാഴ്ചകളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്ന്. അങ്ങനെ കുറേ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാറ്റ് കാരണം നമുക്ക് ഫോൺ പോലും പിടിച്ച് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത്രയധികം ശക്തമായിട്ടുള്ള ഒരു കാറ്റായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. അപ്പോൾ വഴിയിൽ കണ്ട ചെറിയ കാഴ്ചകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയുകയും ചെയ്തു, പിന്നെ അഴീക്കൽ പോവാതിരിക്കുകയാണ്, ഇവിടെയൊക്കെ എല്ലാ ആളുകളും വരുന്നല്ലേ, എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു, അത് എൻ്റെ രീതിക്ക് എനിക്കൊന്ന് വീഡിയോ ഇടണം, അങ്ങനെ ഓർത്തിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അഴീക്കൽ ഇങ്ങനെ പെട്ടെന്ന് പോവാമെന്ന് ഓർത്ത് അങ്ങനെ പോയതാണ്. പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് PSC എക്സാമിൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കോച്ചിങ്ങിനൊന്നും പോകുന്നില്ലായിരുന്നു. വീട്ടിലുള്ള സെൽഫ് സ്റ്റഡി തന്നെ ഇരുന്ന് പഠിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ, ഫ്രീ ക്ലാസ്സുകളുണ്ടല്ലോ, അതൊക്കെ നമ്മളിരുന്ന് കാണും. അപ്പോൾ വീട്ടമ്മയുടെ പഠനമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഒരു വീട്ടിൽ പല ജോലികളുടെ ഇടയിലും നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോൾ ഉള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിട്ടും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം അടുക്കളയിൽ കറി വയ്ക്കുമ്പോഴും ചോറ് വയ്ക്കുമ്പോഴും അലക്കുമ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വാങ്ങിയിരുന്നു ചെവിയിൽ കുത്താനുള്ളത്. അപ്പോൾ അത് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ടുള്ള അത് ഞാൻ വെച്ച് കേട്ട് എനിക്ക് തലവേദന പിടിച്ചു. ഇപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ എല്ലാ സമയത്തും മാക്സിമം നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പച്ചക്കറി അരിയുമ്പോൾ, ചോറ് വയ്ക്കുമ്പോൾ, പിന്നെ രാത്രി കുറച്ച് സമയം എല്ലാ ജോലിയും ചെയ്തൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള നമ്മൾ ടയേർഡായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇരുന്ന് മാക്സിമം പഠിക്കാനായിട്ട് ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് തന്നെയുള്ള പഠനമാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ പഠിച്ചു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റിലില്ല. അപ്പോൾ കുറേ പേർക്ക് ഓൾറെഡി ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഓൾറെഡി നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തതല്ലേ, അതുകൊണ്ടാണ് വരാത്തത്. എന്തായാലും ഉണ്ടാവാൻ ചെറിയ സാധ്യത. ഇച്ചിരി ടഫായിരുന്നു എക്സാം, പക്ഷെ എന്നാലും എവിടേക്കോ ഒരു പ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ റിസൾട്ട് റിസൾട്ട് വന്ന ദിവസം നോക്കിയപ്പോൾ നമ്മൾ ഇല്ല. അപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു വിഷമമായി. എന്നോർത്ത് ഞാനിങ്ങനെ അത് അറിഞ്ഞ് ഞാൻ ഉടനെ പോയി കരയുക അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്തിട്ട് അത് നമുക്ക് ഫെയിലിയറായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും സങ്കടമൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ ആ ഒരു സങ്കടമൊക്കെ ഉള്ള ഒരു ഇതും കൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണം എന്നങ്ങനെ തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ബീച്ചിൽ പോയത്. അപ്പോൾ എന്തായാലും ബീച്ചിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു റിലീഫായി. നല്ല കാറ്റും നല്ല അന്തരീക്ഷവും നല്ല കാഴ്ചകളും കണ്ടപ്പോൾ നല്ല റിലീഫ് കിട്ടി. അപ്പോൾ തുടർന്ന് ഇനി അടുത്ത എക്സാമുകൾക്കുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന സമയമൊക്കെ പഠിക്കുന്നുണ്ട്. മാക്സിമം
പഠിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഭാഗ്യം പോലെ. അപ്പോൾ എന്തായാലും ഞാൻ കുറേ നാളുകളായിട്ട് യൂട്യൂബിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ടൈം കിട്ടുമ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഞാൻ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് സമയം പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥനകളും ഉണ്ടാവണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ജോലി കിട്ടിയതിന് ശേഷം എനിക്കൊരു വീഡിയോ ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. കാരണം അച്ഛൻ ഇന്ന് ഇല്ല. അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് പോയിട്ട് 2-3 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ അച്ഛനില്ലാത്തതിൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, ജോലി കിട്ടി കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെനിക്ക് എന്തായാലും ആ ഒരു ആഗ്രഹം എനിക്ക് എന്തായാലും നിറവേറ്റണം. അപ്പോൾ അതിനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ എൻ്റേതായ വഴിക്ക് നമുക്ക് എല്ലാം മാറി നിന്നുകൊണ്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇരുന്നിട്ട് മാക്സിമം എല്ലാം മാറ്റി വെച്ച് വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കൂട്ടത്തിലിരുന്ന് നമ്മൾ പഠിക്കും. അങ്ങനെയൊക്കെയാണ് പഠനം പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെയാണ് വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇടയ്ക്കൊക്കെ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു റിലീഫാണ്. ഓരോരുത്തരിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയുമ്പോൾ ഒക്കെ. നെഗറ്റീവ് കമൻസും വരാറുണ്ട്. പല നല്ല വീഡിയോസിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ ബീച്ചിലെത്തിയ സമയത്ത് എൻട്രൻസ് സമയം ഒന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ വീഡിയോ പ്ലാൻഡായിട്ട് ഇങ്ങനെ എടുക്കണം എന്നോർത്ത് പോയതല്ല. യാദൃശ്ചികമായിട്ട് ഇങ്ങനെ നല്ല വ്യൂസ് കണ്ടപ്പോൾ എടുത്തതാണ്. പിന്നെ ഞങ്ങളവിടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നു. ആളധികം ഇല്ലായിരുന്നു. ഞങ്ങൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം കൂടെ അവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അതായിരുന്നു ഒരു കൊച്ചു യാത്രയായിരുന്നു. പക്ഷേ ഈ യാത്രയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല മഴക്കാറുള്ള സമയത്ത് ഒരു വൈകുന്നേര സമയങ്ങളിൽ ഈ തീരപ്രദേശത്തു കൂടെയുള്ള യാത്രയും ആ കാറ്റും അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറൊന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.